നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. ഞാനിന്ന് വന്നേക്കുന്നത് എൻ്റെ JLT ഹിന്ദി ഇൻ്റർവ്യൂവിൻ്റെ അനുഭവം ഷെയർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അന്നെനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പറ്റിയ കുറച്ച് അബദ്ധങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ്. കാരണം കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലോട്ട് NCA കാറ്റഗറിയിൽ അപേക്ഷിച്ച ഇപ്പോൾ അവിടെ തന്നെ ആയിരിക്കുമല്ലോ ഇൻ്റർവ്യൂ നടക്കുക. അപ്പോൾ അങ്ങനെ കാസർഗോഡിലാണ് എനിക്ക് ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ JLT ഹിന്ദിയുടെ എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാത്തവർ അതൊക്കെ പോയി ഒന്ന് കാണുക. അങ്ങനെ കാസർഗോഡ് ഞങ്ങളുടെ ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളുടെ വീട്ടിൽ നിന്നിട്ട് ആണ് പിറ്റേ ദിവസം പോകുന്നത്. അപ്പോൾ നമ്മൾ സമയത്ത് തന്നെ PSCയുടെ ഓഫീസിലെത്തി. അപ്പോൾ PSCയുടെ ഓഫീസിൽ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. പിന്നെ നമ്മൾ JLT ഇപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റ് ബേസാണ് അപേക്ഷിക്കണമെങ്കിൽ നമുക്ക് ആ ജില്ലയിൽ തന്നെ പോയി അവിടുത്തെ PSC ഓഫീസിൽ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ നമുക്കറിയാം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരും. അതായത് ഇപ്പോൾ കാസർഗോഡാണെങ്കിൽ പോലും ഇപ്പോൾ നാട് എറണാകുളമാണെങ്കിൽ എറണാകുളത്ത് നമുക്ക് വെരിഫിക്കേഷനൊക്കെ നടത്തി തരും PSCന്ന്. പക്ഷേ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്തേക്കുന്നത് അവിടെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകണം. ഇവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് അവർ തന്നെ ഉണ്ട്. അതായത് അതിൽ നമ്മുടെ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ ഹോബീസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിലെഴുതാറുണ്ട്. അപ്പോൾ ഈ ഫോം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ കയ്യിലുണ്ടാവും. ഞാനന്ന് ഇൻ്റർവ്യൂവിന് കയറിയപ്പോൾ അവിടെ 3 പേരായിരുന്നു ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നത്. ഒരു ലേഡി ഉണ്ട്, 2 സാർമാരുണ്ട്. അതിൽ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അതായത് കൂടുതൽ ഹിന്ദി ബേസ് ചോദ്യം ചോദിച്ചത് ഒരാളാണ്. അപ്പോൾ സാറാണ് സബ്ജക്റ്റ് എക്സ്പേർട്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളോട് സബ്ജക്റ്റ് എക്സ്പേർട്ട് മാത്രമല്ല ചോദ്യം ചോദിക്കുന്നത്, വേറെ ആ 2 പേരും നമ്മളോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആ സമയത്താണ് എനിക്ക് പറ്റിയ അബദ്ധം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിൽ ഹോബി ചോദിച്ചിരുന്ന സ്ഥലത്ത്, അതായത് നമ്മൾ എഴുതി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ഫോം, ഞാൻ എൻ്റെ ഹോബിയായിട്ട് റൈറ്റിങ്ങും റീഡിങ്ങും എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ആർട്ടിക്കിളൊക്കെ എഴുതുന്നതുകൊണ്ട് റൈറ്റിങ്ങും എഴുതി. പിന്നെ വായിക്കും, അത്യാവശ്യം ബുക്കുകൾ വായിക്കുന്നത് കൊണ്ട് റീഡിങ്ങൊന്നും എഴുതി. പക്ഷേ അപ്ഡേറ്റഡായിട്ട് റീഡ് ചെയ്യുന്ന ആളല്ല ഞാൻ. അതായത് പുതിയത് ഇറങ്ങുന്ന ലിറ്ററേച്ചർ ബുക്സൊന്നും വായിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് എക്സ്പേർട്ട് അല്ലാത്തൊരു സാറുണ്ടായിരുന്നു. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, വായിക്കുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത്യാവശ്യം വായിക്കുന്ന കൂട്ടത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഏറ്റവും പുതുതായിട്ട് വായിച്ച ബുക്ക് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ സന്തോഷ് ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറയുന്ന കഥയായിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ താങ്കളോട് ഏറ്റവും പുതിയത് ഏതാണ് വായിച്ചതെന്നാണ് ചോദിച്ചത്. പുതിയ കഥകൾ ഇത് ഇറങ്ങിയിട്ട് കുറേ ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അദ്ദേഹം അതിൻ്റെ സമ്മറി പറയാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ സമ്മറിയൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഈ വായന എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ബുക്ക് വായിക്കുന്നതല്ല, നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഈ ഹോബിയൊക്കെ എഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതേപോലെ ആ കഥയുടെ സമ്മറി പറഞ്ഞ സമയത്ത് അദ്ദേഹം അതിലുള്ള ഇഷ്യൂസിനെ കുറിച്ചും നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ JLT എക്സാം ഇൻ്റർവ്യൂ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായില്ല. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം സീനിയേഴ്സ് ആയിട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് ടെൻഷനൊക്കെ തോന്നി. പക്ഷേ ഇവിടെ എല്ലാവരും നല്ല ടെൻഷനിലാണെന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ അവർ പൊതുവായിട്ടൊരു ടീച്ചർക്ക് വേണ്ട കാര്യങ്ങളും ഇതൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഞാൻ ഫിലോസഫി എന്നൊരു വേർഡ് ഞാൻ അവിടെ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ തന്നെ
ഒരു സാർ എന്നോട് ചോദിച്ചു ഫിലോസഫേഴ്സിൻ്റെ പേരറിയുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആ സമയത്ത് പ്ലേറ്റോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എക്സ്പേർട്ടായ സാറ് ഉടനെ തന്നെ നമ്മുടെ കാവ്യശാസ്ത്രത്തിലോട്ട് കടന്നു. അദ്ദേഹം പ്ലേറ്റോയെക്കുറിച്ചും അതേപോലെ അത് അനുബന്ധിച്ചുള്ള പ്ലേറ്റോൻ്റെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, അത് ഇത് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങി. ഇതാണ് അടുത്ത പോയിൻ്റ്. അതായത് നമ്മൾ എന്താണോ പറയുന്നത് അതിനെ കണക്ട് ചെയ്ത് ഇവർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ പറയുന്ന ഏതെങ്കിലും വാക്കായിരിക്കും ഒരു പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു വെക്കുക. അത് ഏത് ടീച്ചറാണ് ചോദിക്കുന്നതെന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ മലയാളത്തിലാണ് ചോദിക്കണമെങ്കിൽ മലയാളത്തിൽ ഉത്തരം പറയാം. ഹിന്ദിയുടെ ടീച്ചറാണ് നമ്മളോട് ചോദിക്കണമെങ്കിൽ, ഹിന്ദിയിലാണ് ചോദിക്കണമെങ്കിൽ ഹിന്ദിയിൽ തയ്യാറായിരിക്കണം നമ്മൾ. അപ്പോൾ അതും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എഴുതുന്നതും പറയുന്നതും എല്ലാം അത്യാവശ്യം ശ്രദ്ധയോടുകൂടെ ആവുക. അതായത് നമ്മൾ എന്താണോ പറയുന്നത് അതിൽ നിന്നും അവർ വീണ്ടും വീണ്ടും ചോദിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻ്റർവ്യൂ ഇത്തവണത്തെ JLT എളുപ്പമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിപ്പയർ ചെയ്യാതെ പോകാതിരിക്കുക. അതായത് നന്നായി പ്രിപ്പയർ ചെയ്ത് പോവുക. കാരണം ഇവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാമെന്നാണ്. അതേപോലെ നമ്മൾ സംസാരിക്കുന്ന കാര്യത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇതൊരു ആദ്യ അനുഭവമായതുകൊണ്ടാണ്. ഇപ്പം ഒരു ഐഡിയ ഉണ്ട് എന്ത് പറയണം, എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്നൊരു ഐഡിയ ഇപ്പോൾ ഉണ്ടല്ലോ, ധാരണ ആയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇത് കേട്ടാൽ നിങ്ങൾക്കും ഒരു ധാരണ കിട്ടിക്കാണും. അതായത് നമ്മൾ പറയുന്നത് പക്കായാണെങ്കിൽ നമുക്ക് അറിയാം അടുത്തത് അവരെന്ത് ചോദിക്കും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് അപ്പം തന്നെ കിട്ടും. നിങ്ങൾക്ക് JLT ഹിന്ദിയായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളിലൊക്കെ ഇട്ടൊക്കെ രേഖപ്പെടുത്താം. അതേപോലെ മറ്റ് വീഡിയോസ് കാണുമ്പോൾ അതിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ രേഖപ്പെടുത്താവുന്നതാണ്. എന്തായാലും ഒരു വീഡിയോയും കൂടെ നിങ്ങളുടെ കമൻറ്റിനുള്ള മറുപടികളെന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.